ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എങ്ങനെ പോകുന്നു എല്ലാവരുടെയും റമദാൻ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കണോ? ശരിക്കും പറഞ്ഞാൽ ഞാനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇന്നലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ആവത്തില്ലേ? അതും നമ്മൾ ഒരുപാട് നാളായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒത്തിരി വലിയ ഗിഫ്റ്റൊന്നും അല്ലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രീം കേക്ക് കഴിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇവിടെ ആയിരിക്കുമ്പം മീൻസ് ഇവിടെ അങ്ങനെ എവിടെയാണ് അത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. പിന്നെ അതൊരു അത്യാവശ്യം ആയിട്ടുള്ളൊരു സംഭവം അല്ലാത്തതിൻ്റെ പേരിൽ അതിങ്ങനെ കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്നല്ലാതെ മസ്റ്റായിട്ടും കഴിക്കണം എന്നൊന്നും വിചാരിച്ചില്ല. നാട്ടിൽ ചെല്ലുമ്പോൾ എവിടെന്നെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇരുന്നേച്ചേ. പക്ഷേ ഇന്നലെ എൻ്റെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് സിദ്ധു സർപ്രൈസ് ചെയ്തത് ഈ ഡ്രീം കേക്ക് വെച്ചിട്ടാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോയി. എന്നാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആവുകയും ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര സെലിബ്രേഷൻസോ ഒന്നും ഇല്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഇന്നലെ ഈവനിങ് ഡ്യൂട്ടിയും ഉണ്ടായിരുന്നു. ഞാൻ വൈകിട്ട് ഒരു 7:30 ആയപ്പോൾ പോയിട്ട് പിന്നെ ഞാൻ രാത്രി 12:30ക്കാണ് തിരിച്ചു വന്നത്. കേക്കിൻ്റെ പീസ് ഫസ്റ്റ് എടുത്ത് സിദ്ധുവിന് കൊടുത്തിട്ട് അവന് കൊടുക്കാതിരുന്ന എൻ്റെ വാശിയാണ് അവനെ കാണിക്കുന്നത്. അവൻ പിണങ്ങിയതാണ് കണ്ടത്. ആദ്യം കൊടുത്തിട്ടൊന്നും അവൻ കഴിച്ചില്ലായിരുന്നു. എനിവേ അങ്ങനെ ഞങ്ങളുടെ കുട്ടി ആനിവേഴ്സറി സെലിബ്രേഷൻ കഴിഞ്ഞു. പിന്നെ സിദ്ധു 2 ഫലൂദ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി 12:30ക്ക് അത് റമദാനിൽ ഫലൂദയൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ എനിക്കിച്ചിരി ഹൊറിബിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത്രയും സ്നേഹമായിട്ട് ഒരാൾ വാങ്ങിച്ചിരുമ്പോൾ നമ്മളങ്ങനെ പറ്റില്ല എന്ന് പറയരുതല്ലോ. സിദ്ധു ഒട്ടും കഴിച്ചില്ല കേട്ടോ. ഞാൻ തന്നെയാണ് കഴിച്ചത്. ഒരു ഫലൂദ ഞാനും ആശയും കൂടി കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ കുട്ടി വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ അങ്ങനെ കഴിഞ്ഞു. ഒത്തിരി ഹാപ്പി ആയിരുന്നു.